من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فإذا أردت الدليل على أن هؤلاء الذين قاتلهم رسول الله صلى الله عليه وسلم يشهدون بهذا فاقرأ قوله تعالى. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു വെച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച മതത്തെ ജനങ്ങളിലേക്ക് പഠിപ്പിക്കാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചത്. അള്ളാഹുവിലേക്ക് തഖർറുബ് സാമീപ്യവും അതുപോലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ. അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും, പ്രവാചകന്മാരാണെങ്കിലും മലക്കുകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അവർക്കൊന്നും അത്തരം കാര്യങ്ങൾ സമർപ്പിക്കാൻ പാടില്ല. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നും അവനാണ് റിസ്ക് നൽകുന്നവൻ, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അവനാണ്, നിയന്ത്രണവും അവന് മാത്രമാണ്, 7 ആകാശങ്ങളിലെയും 7 ഭൂമിയിലെയും എല്ലാ അധികാരവും അവന്റേതാണ്, എല്ലാ ആളുകളും അള്ളാഹുവിന്റെ അടിമകളാണ് എന്നീ കാര്യങ്ങളൊക്കെ മക്കയിലെ മുശ്രിക്കുകളും അംഗീകരിച്ചിരുന്നു. അപ്പോൾ അവിടെ തൗഹീദിന്റെ 2 ഇനങ്ങളിൽ ഒന്നാമത്തെ ഇനമായ തൗഹീദുർ റുബൂബിയ്യ, രക്ഷാകർതൃത്വത്തിലുള്ള ഏകത്വം എന്ന കാര്യം അംഗീകരിച്ചവരാണ് ആര്? മക്കയിലെ മുശ്രിക്കുകൾ. ഈ മുകളിൽ പറഞ്ഞ സംഗതിക്ക് അതിന് തെളിവ് വേണമെങ്കിൽ ഖുർആനിലെ ആയത്തുകളിതാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ഭാഗം വിശദീകരിക്കുന്നത്. ഫഇദാ അറത്ത ദലീല, അറാദാന്നാൽ ഉദ്ദേശിച്ചു, അറത്ത നീ ഉദ്ദേശിച്ചു, ഫഇദാ അറത്ത നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അദ്ദലീല തെളിവിനെ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, എന്തിനുള്ള തെളിവ്? അലാ അന്ന ഹഉലാഇ അല്ലദീന ഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ അന്ന ഹഉല, ദല്ല അല എന്ന് ഉപയോഗിക്കുക, അറിയിച്ചു, സൂചിപ്പിച്ചു. അതാണ് അദ്ദലീല അല എന്ന് കൊടുത്തത്. എന്തിനുള്ള തെളിവ്? അന്ന ഹഉലായി, ഹൗല എന്ന് പറഞ്ഞാൽ ഇക്കൂട്ടർ, അന്ന ഹഉല തീർച്ചയായും ഇക്കൂട്ടർ, അല്ലദീന എങ്ങനെയുള്ള ആളുകൾ, ഖാതലഹും ഖാതല യുദ്ധം ചെയ്തു, ഖാതലഹും അവരോട് യുദ്ധം ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അന്ന ഹഉല തീർച്ചയായും ഇക്കൂട്ടർ, അല്ലദീന എങ്ങനെയുള്ള ആളുകൾ, ഖാതലഹും അവരോട് യുദ്ധം ചെയ്തിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ കൂട്ടി പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്ത ഈ ആളുകൾ, യഷ്ഹദൂന അവർ സാക്ഷ്യം വഹിക്കുന്നവരാണ്, ബിഹാദ ഈ കാര്യത്തെ സംബന്ധിച്ച്. നബി ആരോട് യുദ്ധം ചെയ്തുവോ ആ ആളുകൾ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നവരാണ് എന്നതിന് തെളിവ് വേണം എന്ന് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ. ഇല്ലേ? ഇപ്പൊ ഇവിടെ ഇവര് എന്തംഗീകരിച്ചു? അള്ളാഹുവാണ് ഖാലിഖ്, റാസിഖ്, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, അധികാരമുള്ളവൻ ഒക്കെ ആരാണ്? 7 ആകാശങ്ങളിലും 7 ഭൂമിയിലും ഇതൊക്കെ ആരെന്നെ? അള്ളാഹു തന്നെ. ഇതൊക്കെ അംഗീകരിച്ച ആളുകളോടും നബി എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു. അതിനർത്ഥം എന്താ? ഇത് അംഗീകരിച്ചത് കൊണ്ട് അവരെന്തായിട്ടില്ല? മുസ്ലിങ്ങളായിട്ടില്ല.
അപ്പൊ ഈ ആളുകൾ നബി യുദ്ധം ചെയ്ത മക്കയിലെ മുശ്രിക്കുകൾ ആരോട് യുദ്ധം ചെയ്തുവോ ആ മുശ്രിക്കുകൾ മുകളിൽ പറഞ്ഞ സംഗതികളൊക്കെ, അതായത് റുബൂബിയത്തൊക്കെ അവർ അംഗീകരിച്ചിരുന്നു എന്നതിന് തെളിവ് വേണം എന്ന് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഖ്റ, അപ്പോൾ നീ വായിച്ചോ. തെളിവ് വേണമെന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫഖ്റ, അപ്പോൾ നീ ഓതുക ഖൗലഹു തആല, അല്ലാഹു തആലയുടെ ഈ വാക്ക്. അപ്പൊ എന്താ ഇവർക്ക് ഇപ്പൊ നമ്മളെ പേരോടും ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ, രണ്ടല്ലുണ്ട് എന്ന് വിശ്വസിച്ചു. മറ്റേ ആദായ സംവാദത്തിലൊക്കെ പറഞ്ഞില്ലേ, വലിയ അള്ള പിന്നെ കുട്ടി അള്ളകൾ. അങ്ങനെ ആണ് മക്കയിലെ മുശ്രിക്കുകൾ. ഞങ്ങൾക്ക് അങ്ങനത്തെ വിശ്വാസമില്ല. എന്നാ അങ്ങനല്ല, ഒരല്ലന്നെ. ആ അള്ളാഹുവിനാണ് 7 ആകാശത്തിലും 7 ഭൂമിയിലുള്ള സർവ്വ നിയന്ത്രണവും അധികാരവും. അതിൽ വേറെ ആർക്കും യാതൊരു പങ്കുമില്ല എന്ന് വിശ്വസിച്ചവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അവരോടാണ് നബി യുദ്ധം ചെയ്തത്. ഇതൊക്കെ അംഗീകരിച്ചിട്ട് അവരോട് നബി യുദ്ധം ചെയ്തു. അപ്പൊ അതിന്റെ തെളിവ് എന്താ? അവരത് അംഗീകരിച്ചിരുന്നു എന്നതിന്. അപ്പൊ അതാണെന്ത്? വൈദാ അറത്ത ദലീല അലാ അന്ന ഹഉലായി, അതിന്റെ അടുക്കളാട്ട് ഒഴിവാക്കിയാൽ ഒഴകൽ അങ്ങനെ വായിക്കിയത്. വൈദാ അറത്ത ദലീല അലാ അന്ന ഹഉലായി യശ്ഹദൂന ബിഹാദാ, ഈ ആളുകൾ ഇക്കാര്യം അംഗീകരിച്ചിരുന്നു എന്നതിനുള്ള തെളിവ് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇവിടെ ഈ കൂട്ടർ എന്നാൽ മുശ്രിക്കുകൾ, ബിഹാദ യശ്ഹദൂന ബിഹാദ, ഈ കാര്യം അംഗീകരിക്കുന്നതിനാൽ ഇത് മുകളിൽ പറഞ്ഞ റുബൂബിയത്ത്, തൗഹീദ് റുബൂബിയ. ഫഖ്റ, ഖറ യഖ്റ വായിച്ചു, ഇഖ്റ നീ വായിക്കുക, ഫഖ്റ അതിനാൽ അല്ലെങ്കിൽ അപ്പോൾ നീ വായിക്കുക, ഖൗലഹു അല്ലാഹുവിന്റെ വാക്ക്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ. ഖുൽ നബിയെ താങ്കൾ ചോദിക്കുക, നീ ചോദിക്കുക, മൻ ആരാണ്, യർസുഖുകും യർസുഖു റിസ്ക് നൽകുന്നത്, വിഭവങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ ഭക്ഷണം നൽകുന്നത്, കും നിങ്ങൾക്ക്, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്നത്, അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാറ ഇവിടെ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നാൽ ആകാശം എങ്ങനെ, ആകാശം എന്താ കിട്ടുന്നത്, മഴ പെയ്യുന്നു. ആ മഴ പെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ആകാശത്തു നിന്നുള്ള മഴയും ഭൂമിയിലെ മണ്ണും രണ്ടും കൂടി ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ രണ്ടിന്റെയും പ്രവർത്തന ഫലമായിട്ടാണ് റിസ്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മിനസ് സമാഇ വൽ അർളി എന്ന് പറഞ്ഞത്. അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാറ, അതല്ല, മൻ യംലികുസ് സമഅ, സമഅ കേൾവിയെ ഉടമപ്പെടുത്തുന്നവനാണോ, വൽ അബ്സാറ ബസർ കാഴ്ച, അബ്സാർ കാഴ്ചകൾ, കേൾവിയെയും കാഴ്ചകളെയും, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് അഖ്റജ യുഖ്രിജു പുറപ്പെടുവിക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യുഖ്രിജുൽ ഹയ്യ, ഹയ്യ് ജീവനുള്ളത്, ജീവനുള്ളതിനെ പുറപ്പെടുവിക്കുന്നവൻ, മിനൽ മയ്യിത്തി ജീവനില്ലാത്തതിൽ നിന്ന്. ഹയ്യിന്റെ വിപരീതം മയ്യത്ത്. ഹയ്യ് ജീവനുള്ളത്, മയ്യത്ത് ജീവനില്ലാത്തത്, മരിച്ചത്, ചത്തത്, ജീവനില്ലാത്തത്. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജീവനുള്ളതിനെ ജീവനില്ലാത്തതിൽ നിന്ന് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ജീവനുള്ളതിനുണ്ടാക്കുന്നത്. ഇപ്പൊ വിത്ത്, അത് പ്രത്യക്ഷത്തിൽ എന്തില്ല, ജീവനില്ല. ആ ജീവനില്ലാത്ത വിത്തുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ജീവനുള്ളതിനെ അള്ളാഹു ഉണ്ടാക്കുന്നു. അതുപോലെ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ എന്ന് പറഞ്ഞാൽ എന്താ, ജീവനുള്ളവർക്ക് എന്തായി മാറും, അതിന്റെ റൂഹ് പോയാൽ ജീവനില്ലാത്തതായി മാറി. അപ്പൊ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്ത ഒന്നിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. രണ്ടും. വമൻ യുദബ്ബിറുൽ അംറ, വമൻ ആരാണ്, യുദബ്ബിറുൽ അംറ, ദബ്ബറ യുദബ്ബിർ എന്ന് പറഞ്ഞാല് നിയന്ത്രിക്കുക. നേരത്തെ മുകളിൽ വന്നില്ലേ, വലാ യുദബ്ബിറുൽ അംറ ഇല്ലാ ഹുവ, മുകളിൽ വന്നാണ്. വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ. ദബ്ബറ യുദബ്ബിറു നിയന്ത്രിക്കുക, തദ്ബീർ നിയന്ത്രണം. വമൻ യുദബ്ബിറുൽ അംറ
കാര്യത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ. അപ്പൊ എന്താണ്? ആകാശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മഴയിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ, ആ കേൾവിയെയും കാഴ്ചകളെയും ഉടമപ്പെടുത്തിയവൻ, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളവയെ പുറത്തു കൊണ്ടുവരുന്നവൻ, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ. ഇതൊക്കെ ആരാണ് എന്ന് ചോദിച്ചാൽ ഫസയഖൂലൂനല്ലാഹ്. അപ്പോൾ സയഖൂലൂന, സ എന്നുള്ളത് ശേഷം പിന്നീട് എന്നുള്ള വീരാണ്, വർത്തമാനകാലത്ത് സൂചിപ്പിക്കാൻ. സയഖൂലൂന, അവർ പറയും. അല്ലാഹു, അല്ലാഹു എന്നവർ പറയും എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം എന്താ? റിസ്ക് നൽകുന്നവൻ അല്ലാഹു, കേൾവിയും കാഴ്ചകളും ഉടമപ്പെടുത്തുന്നവൻ അല്ലാഹു, ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും ഉണ്ടാക്കുന്നത് അല്ലാഹു, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലാഹു. ഉടമ യുദ്ധംബിരുള്ളവനാൽ എല്ലാം പെട്ട് നേരത്തെ പറഞ്ഞ 7 ആകാശങ്ങളെയും ഭൂമിയിലെയും എല്ലാ നിയന്ത്രണാധികാരവും ഇതൊക്കെ ആർക്കാണ്? ഫസയഖൂലൂന, അപ്പോൾ അവർ പറയും. ആര്? മുഹമ്മദ് നബിയെ അംഗീകരിക്കാത്ത മക്കയിലെ മുശ്രിക്കുകൾ പറയും അല്ലാഹ്. ഇതൊക്കെ ആരാ? അല്ലാഹു ചെയ്തതാണ്. ഫഖുൽ അഫലാ തത്തഖൂൻ. ഫഖുൽ, അപ്പോൾ നബിയെ നീ ചോദിക്കുക. അഫലാ തത്തഖൂൻ, ഇത്തഖാ യത്തഖീന, സൂക്ഷിക്കുക. യത്തഖൂന, അവർ സൂക്ഷിക്കുന്നു. തത്തഖൂന, നിങ്ങൾ സൂക്ഷിക്കുന്നു. ലാ തത്തഖൂന, നിങ്ങൾ സൂക്ഷിക്കുന്നില്ല. അഫലാ തത്തഖൂൻ, അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്ന് നീ ചോദിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചോദ്യം ആദ്യത്തെ മറുപടിയോട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതൊക്കെ ചോദിച്ചാൽ അവർ പറയും ഫസയഖൂലുനല്ലാഹ്, അല്ലാഹു ആണെന്ന് അവർ പറയും. അങ്ങനെ അംഗീകരിക്കുന്ന, റുബൂബിയത്ത് അംഗീകരിക്കുന്ന ഒരുത്തൻ നിർബന്ധമായും എന്ത് അംഗീകരിക്കണം? ഉലൂഹിയത്ത് അംഗീകരിക്കണം. സൃഷ്ടാവുണ്ട്, എല്ലാ നിയന്ത്രണവും അവനാണ്, ലോകത്തുള്ളത് മുഴുവൻ അവന്റേതാണ് എന്നൊരുത്തൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് റുബൂബിയത്താണ്. റുബൂബിയത്ത് അംഗീകരിച്ചാൽ അതിന്റെ അനിവാര്യമായും എന്തുകൂടി അംഗീകരിക്കണം? രണ്ടാമത്തെ ഭാഗം അംഗീകരിക്കണം. കാരണം ആരാണോ സൃഷ്ടാവ്, ആർക്കാണോ അധികാരം, ആരാണോ നിയന്ത്രിക്കുന്നത്, ആരാണോ ജീവിപ്പിക്കുന്നത്, ആരാണോ മരിപ്പിക്കുന്നത്, അവനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആരാധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഫഖുൽ, അപ്പോൾ നീ ചോദിച്ചു നോക്ക്. അഫലാ തത്തഖൂൻ, ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല? അതാണ് അഫലാ തത്തഖൂൻ. എന്നാൽ നിങ്ങൾ അംഗീകരിക്കുന്ന ഈ നിയന്ത്രണമുള്ള, അധികാരമുള്ള, റിസ്ക് നൽകുന്ന അള്ളാഹുവിനെ എന്തുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുന്നില്ല? അവിടെ അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്ന് വെച്ചാൽ എന്താർത്ഥം? നിങ്ങൾ അംഗീകരിക്കുന്ന ഈ അള്ളാഹുവിനെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിക്കാനാൽ അവന്റെ നിയമങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് പാലിക്കുന്നില്ല? എന്തുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുന്നില്ല? ഇപ്പോ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ കുറിച്ച് വന്നിടത്തൊക്കെ അവരെ ജനങ്ങൾ ഉപദേശിച്ച് കാണാം. എന്താണ്? എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവിടെ അള്ളാഹു സൂക്ഷിക്കാന്നാൽ സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുക, അവനെ അംഗീകരിക്കുക, അവനെ മാത്രം ഭയപ്പെടുക, ഇബാദത്താകുന്ന എല്ലാ കാര്യങ്ങളും അവന് മാത്രം നൽകുക. അപ്പൊ ഈ സംഗതികളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഫഖുൽ, അപ്പോൾ നബിയെ താങ്കൾ ചോദിക്കുക അഫലാ തത്തഖൂൻ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അപ്പൊ ഇതെന്ത് കിട്ടി? എന്താ മനസ്സിലായത്? ഇതിപ്പോ എന്തിനാ തെളിവ് പറഞ്ഞത്? മക്കയിലെ സർവ്വ മുശ്രിക്കുകളും എന്ത് അംഗീകരിച്ചിരുന്നു? റുബൂബിയത്ത് അംഗീകരിച്ചിരുന്നു. അപ്പൊ അതിന് ചില സംഗതികളാണ് പറഞ്ഞത്. എന്നാൽ ഇതിൽ തന്നെ എല്ലാം കിട്ടി. ഇപ്പൊ യുദബ്ബിറുൽ അംറ തന്നെ എല്ലാം കിട്ടി. പിന്നെ ആദ്യം പറഞ്ഞതു വഖൗലുഹു ഖുൽ ലിമനിൽ അർളു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂന സയഖൂലൂന ലില്ലാഹ് ഖുൽ അഫലാ തദക്കറൂൻ ഖുൽ മർ റബ്ബുസ് സമാവാതിസ് സബ്ഇ വറബ്ബുൽ അർശിൽ അളീം സയഖൂലൂന ലില്ലാഹ് ഖുൽ അഫലാ തത്തഖൂൻ ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ സയഖൂലൂന ലില്ലാഹ് ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ വഗൈരി ദാലിക മിനൽ ആയാത്ത്. വഖൗലുഹു, അല്ലാഹുവിന്റെ വാക്ക്. രണ്ടാമത്തെ തെളിവ് പറയാൻ ഖുൽ ലിമനിൽ അർളു, ഖുൽ നബിയെ താങ്കൾ ചോദിക്കുക. ലിമൻ, മൻ ആര്? ലിമൻ, പറയുക, ചോദിക്കാന്ന് പറയാം. ഇവിടെ ചോദ്യമാണല്ലോ. ശേഷം വരുന്നത് ലിമനിൽ അർളു, ഭൂമി ആർക്കാണ് എന്ന് നീ ചോദിക്കുക. കാലാന്നുള്ള വാക്കിനർത്ഥം പറഞ്ഞു എന്നാണ്. ഖുൽ നബിയെ ചോദിക്കുക. ലിമനിൽ അർളു, മൻ ആര്? ലിമൻ ആർക്കാണ്? ലിമൻ ആർക്ക്, അല്ലെങ്കിൽ ആരുടേത്? ലിമനിൽ അർളു,
ഭൂമി ആരുടേതാണ്, അല്ലെങ്കിൽ ഭൂമി ആർക്കുള്ളതാണ്. വമൻ ഫീഹ, അവിടെ മൻ എന്ന ചോദ്യമല്ല, മൻ എന്ന അല്ലദീന അല്ലെങ്കിൽ അല്ലദീന അർത്ഥം. വമൻ ഫീഹ, അതിലുള്ളവരും എന്നുള്ള രണ്ടാമത്തിൽ ഉപയോഗിക്കും, ചോദ്യമായിട്ട് ഉപയോഗിക്കും. പിന്നെ അല്ലദീ അല്ലെങ്കിൽ അല്ലദീന, യാതൊരുവൻ, യാതൊരു കൂട്ടർ എന്നർത്ഥത്തിൽ ഉപയോഗിക്കും. ഇവിടെ അതാണ് വമൻ ഫീഹ എന്ന് പറഞ്ഞാൽ വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരും. ലിമനിൽ അർളു വമൻ ഫീഹ, ഭൂമിയും ഭൂമിയിലുള്ളവരും. ലിമൻ, ആരുടേതാണ്? അള്ളാഹ്ക്കുള്ളതാണോ അല്ലെങ്കിൽ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾക്കുള്ളതാണോ? ഇൻ കുന്തും തഅലമൂൻ, ഇൻ കുന്തും കാന ആയി, കുന്തും നിങ്ങളാകുന്നു, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, തഅലമൂന അറിയുന്നവരാണെങ്കിൽ, ഇൻ കുന്തും തഅലമൂൻ നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ, അറിയുന്നവരാണെങ്കിൽ. അപ്പൊ എന്താ, നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുവെങ്കിൽ ഇതിന് ഉത്തരം പറയൂ. ഇതിന് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു എങ്കിൽ ഈ ഭൂമിയും ഭൂമിയിലുള്ളതുമൊക്കെ ആരുടേതാണ്? ലിമനിൽ അർളു വമൻ ഫീഹ, ഭൂമിയും ഭൂമിയിലുള്ളവരും ആരുടേതാണ്? ഇൻ കുന്തും തഅലമൂൻ നിങ്ങൾ അറിയുന്നുവെങ്കിൽ, നിങ്ങൾക്കറിയാമെങ്കിൽ പറയുന്നർത്ഥം. ചോദിച്ചു നോക്കൂ, പറയട്ടെ അവർ. സയഖൂലൂന ലില്ലാഹ്, സയഖൂലൂന ശേഷം അല്ലെങ്കിൽ പിന്നീട് ഇങ്ങനെ ചോദിച്ചാൽ യഖൂലൂൻ അവർ പറയും. ഇത് നമ്മൾ പണ്ട് പറഞ്ഞതാ. സ അല്ലെങ്കിൽ സൗഫ മുദാരിനെ കൂടെ ചേർത്താൻ അർത്ഥം കിട്ടും. വർത്തമാന കാലത്തെ ഭാവി കാലത്തെ സൂചിപ്പിക്കാനാണ്. ഇപ്പൊ കല്ലാ സൗഫ തഅലമൂൻ, സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അപ്പം അറബിയിൽ യഅലമു എന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ മുദാരിന്റെ ക്രിയ വർത്തമാന കാലത്തിനും ഭാവി കാലത്തിനും ഉപയോഗിക്കും. ഇപ്പൊ വെറും യഖൂലൂന എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു എന്നും പറയാം, അവർ പറയും എന്നും പറയാം. മനസ്സിലായില്ലേ? ഇപ്പൊ യഖറഉ വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കും, വർത്തമാന കാലത്തിനും പറയാം, ഭാവി കാലത്തിനും പറയാം. നേരെ മറിച്ച് അതിന്റെ കൂടെ സ അല്ലെങ്കിൽ സൗഫ എന്ന് ചേർത്താൽ വർത്തമാന കാലമല്ല, പിന്നെന്താ, ഭാവി കാലം മാത്രമാണ്. അപ്പൊ ചോദിച്ചു നോക്കൂ, ഇവിടെ നബി ചോദിച്ചിട്ടില്ല, ചോദിച്ചു നോക്കൂ. ചോദിച്ചാൽ സയഖൂലൂൻ അവർ പറയുന്നതല്ല, അവർ പറയും. സ അല്ലെങ്കിൽ സൗഫ ചേർത്താൽ അങ്ങനത്തെ സയഖൂലൂൻ അവർ പറയും. ലില്ലാഹി ഭൂമിയും ഭൂമിയിലുള്ളവയും അല്ലെങ്കിൽ ഭൂമിയിലുള്ളവരും. ലില്ലാഹ് ആർക്കുള്ളതാണ് അല്ലെങ്കിൽ ആരുടേതാണ്? ലില്ലാഹി, ലി പ്ലസ് അള്ളാഹ്, ലി പ്ലസ് അള്ളാഹ് ആണ് ലില്ലാഹി, അള്ളാഹുവിന്റേതാണ് അല്ലെങ്കിൽ അള്ളാഹുവിനുള്ളതാണ്. അപ്പൊ പിന്നെ നേരത്തെ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കും, ഭൂമിയും ഭൂമിയിലുള്ളവയും എല്ലാം അള്ളാഹുവിന്റേതാണ്, നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളുടേതൊന്നുമല്ല എങ്കിൽ കുൽ. അടുത്ത ചോദ്യം, അഫലാ തദക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഓർക്കുന്നില്ലേ? തദക്കറ ഓർക്കുക, ചിന്തിക്കുക. അഫലാ തദക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എന്ത് ചിന്തിക്കുന്നില്ലേ? ഭൂമിയും ഭൂമിയിലുള്ളതൊക്കെ അള്ളാന്റേതാണെങ്കിൽ ആ അള്ളാനെ തന്നെയാണ് ആരാധിക്കേണ്ടത് എന്ന രണ്ടാമത്തെ ഉലൂഹിയത്തിന്റെ വശം നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ഖുൽ മർ റബ്ബുസ് സമാവാതി സബ്ഇ, ഖുൽ ചോദിക്കുക, പറയുക, മൻ ആരാണ്, റബ്ബുസ് സമാവാതി സബ്ഇ 7 ആകാശങ്ങളുടെ റബ്ബ് ആരാണ് എന്ന് ചോദിക്കുക. സമാ അതിന്റെ ബഹുവചനാണ് എന്ത്? സമാവാത്, ആകാശങ്ങൾ. സബ്ഇ ഇത് കഴിഞ്ഞ ആഴ്ച വായിച്ചാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ. റബ്ബുസ് സമാവാതി സബ്ഇ 7 ആകാശങ്ങളുടെ റബ്ബാരാണെന്ന് ചോദിക്കുക. വറബ്ബുൽ അർശിൽ അലീമി മഹത്തായ അർശിന്റെ റബ്ബും ആരാണ് എന്ന് ചോദിച്ചു നോക്കുക. അർശ് എന്ന് പറഞ്ഞാൽ അർശിലാണ് ആരുള്ളത്? അള്ളാഹുള്ളത്. അർശ് എന്ന് പറയുന്നത് അള്ളാഹു, ഇവിടെ അർശിനെ പ്രത്യേകം പറയാൻ എന്താ, അർശിലാണ് അള്ളാഹു ഉള്ളത്. അർശ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മേലുള്ളതാണ്, ഉന്നതമായതാണ്. കാരണം അതിന്റെ മേലാണ് ആര്? അള്ളാഹ്. വറബ്ബുൽ അർശിൽ അലീമി, അതാണ് അൽ അലീം എന്ന് ചേർത്ത് പറഞ്ഞത്. മഹത്തായ അർശിന്റെ റബ്ബും ആരാണ് എന്ന് ചോദിച്ചു നോക്കുക. സയഖൂലൂന ലില്ലാഹ് അവർ പറയും ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ്. കുൽ അപ്പൊ അത് അംഗീകരിക്കുന്നുവെങ്കിൽ എന്തു അംഗീകരിക്കണം? ഉലൂഹിയത്ത് അംഗീകരിക്കണം. കുൽ നബിയെ താങ്കൾ ചോദിച്ചു നോക്കുക, അഫലാ തത്തഖൂൻ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങളെ റബ്ബ് അള്ളാഹു ആണെങ്കിൽ അത് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ആ റബ്ബിനെ അല്ലേ നിങ്ങൾ സൂക്ഷിക്കേണ്ടത്? ആ റബ്ബിനെ അല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്? കുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ
കുൽ ചോദിക്കുക, മൻ ഒരുത്തൻ, മൻ ബിയദിഹി മലക്കൂത്ത് കുല്ലി ഷൈഇൻ, മൻ ഒരുത്തൻ, ബിയദിഹി യത് കയ്യ്, ബിയദി എന്നാൽ ഫി യദി അർത്ഥം കയ്യിൽ, ഹി അവന്റെ, ബിയദിഹി അവന്റെ കയ്യിലാണ്, മലക്കൂത്തു കുല്ലി ഷൈഇൻ, മലക്കൂത്ത് എന്നാൽ അല്ല അധികാരങ്ങൾ, മം ബിയദിഹി മലക്കൂത്തു കുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങളുടെയും മലക്കൂത്ത് അധികാരം ഏതൊരുത്തന്റെ കയ്യിലാണ് എന്ന് നീ ചോദിച്ചു നോക്കുക. മം ബിയദിഹി മലക്കൂത്തു കുല്ലി ഷൈഇൻ എല്ലാ മലക്കൂത്തിന്റെയും രാജാധികാരവും എല്ലാ വസ്തുക്കളുടെയും രാജാധികാരം ഏതൊരുത്തന്റെ കയ്യിലാണ് എന്ന് നീ ചോദിച്ചു നോക്കുക. വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുന്തും തഅലമൂൻ. വഹുവ എല്ലാ ആധിപത്യവും അധികാരവുമുള്ള അല്ലാഹു, വഹുവ യുജീറു അവനാണ് അഭയം നൽകുന്നത്, വഹുവ അവൻ യുജീറു അഭയം നൽകുന്നു, അജാറ യുജീർ എന്നാൽ അഭയം നൽകുക. വഹുവ യുജീറു വലാ യുജാറു അലൈഹി, വഹുവ യുജീറു അവൻ അഭയം നൽകുന്നു, വലാ യുജാറു അലൈഹി യുജീറു യുജാറു അതിന്റെ മജ്ഹൂൽ, വലാ യുജാറു അഭയം നൽകപ്പെടുകയില്ല, അലൈഹി അവനെതിരിൽ, വലാ യുജാറു അലൈഹി അവനെതിരിൽ അഭയം നൽകപ്പെടുകയില്ല. ഖുൽ മൻ ബിയദിഹി മലകൂത്തു കുല്ലി ഷൈഇൻ നബിയെ ചോദിക്കുക, മൻ ബിയദിഹി മലകൂത്തു കുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങളുടെയും രാജാധികാരം ഏതൊരുത്തന്റെ കയ്യിലാണ്, വഹുവ യുജീറു അവൻ അഭയം നൽകുന്നു, വലാ യുജാറു അലൈഹി അവനെതിരിൽ അഭയം നൽകപ്പെടുകയില്ല എന്നാണ്. എന്താ അള്ള നൽകിയ അഭയത്തിനെതിരിൽ അത് ലംഘിക്കാനോ അല്ലെങ്കിൽ അതിനപ്പുറത്ത് വേറെ അഭയം കൊടുക്കാനോ വേറെ ആർക്കും സാധ്യമല്ല. അങ്ങനെയുള്ള ശക്തി ആരാണ്? ഇൻ കുന്തും തഅലമൂൻ നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ പറയൂ. സയഖൂലൂന അവർ പറയും, ലില്ലാഹി സർവത്തിന്റെയും രാജാധികാരം അള്ളാഹുവിനുള്ളതാണ്, അഭയം നൽകുന്നവൻ അള്ളാഹുവാണ്, അള്ളാന്റെ അഭയത്തിനെതിരിൽ മറ്റൊരു അഭയം നൽകാനോ അത് ലംഘിക്കാനോ മറ്റാർക്കും സാധ്യമല്ല എന്നൊക്കെ അവർ പറയും. കുൽ ഫഅന്നാ തുസ്ഹറൂൻ കുൽ ചോദിക്കുക, ഫ അപ്പോൾ, അന്ന എങ്ങനെയാണ്, ഫഅന്ന അപ്പോൾ പിന്നെ എങ്ങനെയാണ്, അന്ന എന്നാൽ പിന്നെ എങ്ങനെ, അന്ന എങ്ങനെയാണ്, തുസ്ഹറൂന സഹറ എന്ന സെഹിറിയ തന്നെ, സഹറ യസ്ഹറു, തുസ്ഹറു തുസ്ഹറൂൻ നിങ്ങൾ സിഹർ ചെയ്യപ്പെടുന്നത്, നിങ്ങൾ വശീകരിക്കപ്പെടുന്നത്, ഫഅന്നാ തുസ്ഹറൂൻ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വശീകരിക്കപ്പെടുന്നത് എന്നാണ്. അതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു. ഇതൊക്കെ അംഗീകരിച്ചാൽ അനിവാര്യമായും എന്ത് അംഗീകരിക്കണം? അള്ളാഹുവിനെ ആരാധിക്കുക, അവനെ മാത്രം ആരാധിക്കുക എന്ന ഉലൂഹിയത്തും നിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു, പിന്നെ എങ്ങനെ നിങ്ങൾ തുസ്ഹറൂൻ എന്ത് ചെയ്യുന്നു, പിന്നെ നിങ്ങൾ എങ്ങനെ വശീകരിക്കപ്പെടുന്നു എന്നാണ്. ഈ കാര്യം അംഗീകരിക്കാതെ എങ്ങനെ മാറ്റും? വേറെ ചില സ്ഥലത്ത് ഫഅന്നാ തുസ്റഫൂൻ ഫഅന്നാ തൂഫക്കൂൻ എന്നൊക്കെ ചോദിച്ചു കാണാം. അതിനകത്ത് നിങ്ങൾ എങ്ങനെ തിരിച്ചുവിടപ്പെടുന്നു, പിന്നെ നിങ്ങൾ എങ്ങനെ തെറ്റിക്കപ്പെടുന്നു. എന്നാൽ ഇത് അംഗീകരിച്ചാൽ അതിന് രണ്ടാമത്തെ പടി ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന സത്യമാണ്. ആ സത്യം അംഗീകരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചുവിടപ്പെടുന്നത്, അതിൽ പിന്നെ നിങ്ങളെ മാറ്റപ്പെടുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? അപ്പോൾ ഇവിടൊക്കെ ഈ ചോദിച്ചിടത്തൊക്കെ അവസാനം അഫലാ തത്തഖൂൻ, അഫലാ തതദക്കറൂൻ, അഫലാ തത്തഖൂൻ, അഫലാ തുസ്ഹറൂൻ, അല്ല ഫഅന്നാ തുസ്ഹറൂൻ. അപ്പൊ എന്താ, പിന്നെന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുന്നില്ല? പിന്നെന്തുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നില്ല? ഈ സ്ഥലത്തൊക്കെ ഇത് ചോദിക്കാൻ കാരണം എന്താ? ഒന്നാമത്തെ സംഗതി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും എന്ത് ചെയ്യണം? അതിന്റെ അനിവാര്യ ഫലമാണ് ഉലൂഹിയത്ത് അംഗീകരിക്കുക എന്നുള്ളത്. അപ്പൊ ഇവര് എല്ലാ അർത്ഥത്തിലും ഉലൂഹിയത്ത് അവർ അംഗീകരിക്കുന്നു. രണ്ടള്ളുണ്ടെന്നോ പേരുടനമാതിരി ഒരു വാദം അവർക്കില്ല. രണ്ടള്ളുണ്ടെന്നോ അല്ലെങ്കിൽ ഒന്ന് വലുതും വേറെ കുറെ കുട്ടി ദൈവങ്ങളാണ് എന്നല്ല, ഒക്കെ അള്ളാഹു തന്നെ, ഒരു വ്യത്യാസമില്ല. നമ്മളെങ്ങനെ മനസ്സിലാക്കിയോ അതേപോലെ റുബൂബിയ്യത്ത് ആര് അംഗീകരിച്ചു. അപ്പൊ ഇവിടെ ശേഖ് ഇവിടെ അന്ന ഹാ ഉലായി എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലദീന ഖാതലഹും റസൂലുള്ളാ എന്നതിന്റെ അടുക്ക് ചേർത്ത് എന്തിനാ മനസ്സിലായപ്പോ ദൊക്കോല അംഗീകരിച്ചു, എന്നിട്ടും അവരോട് ഖാതലഹും റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്ത് എന്തുകൊണ്ടാ? റുബൂബിയ്യത്തെ അംഗീകരിച്ചിട്ടുള്ളൂ, അതിന്റെ രണ്ടാമത്തെ വശമായ ഉലൂഹിയത്ത് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അതിൽ എന്തുകൂടി മനസ്സിലാക്കാം? റുബൂബിയ്യത്ത് അംഗീകരിച്ചുകൊണ്ട് മാത്രം ഒരുത്തൻ എന്താവില്ല,
മുസ്ലിം ആവുകയില്ല. സൂറത്തോ മുഅ്മിനൂൻ 88 രണ്ടാമത്തെ 31 ആദ്യത്ത്. ഇനി അർത്ഥം നിങ്ങൾ നോക്കിക്കൊള്ളൂല്ലേ, അതിനി പറയാൻ അങ്ങനെ സമയം പോവും. فإذا تحققت أنهم مقرون بهذا وأنه لم يدخلهم في التوحيد الذي دعاهم إليه رسول الله صلى الله عليه وسلم. فإذا تحققت حقق എന്നാൽ യാഥാർത്ഥ്യമാക്കുക. فإذا تحققت وغير ذلك من الآيات എന്നാണ് അവിടെ പറഞ്ഞല്ലോ. നീ അങ്ങനെ തെളിവ് വേണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫഖ്റ ഖൗലഹു തആല, അള്ളാഹുവിന്റെ ഈ വാക്ക് നീ ഓദിക്കോ. എന്നിട്ട് 2 തെളിവോടെ പറഞ്ഞു. എന്ന് പറയാണ്. ഇനി വഗൈറ ദാലിക മിനൽ ആയാത്ത്, ഇതല്ലാത്ത വേറെയും ആയത്തുകൾ ഇഷ്ടംപോലുണ്ട്. ഇവിടെ 2 കൊടുത്തിട്ട് വഗൈറ ദാലിക, അതല്ലാത്തവയും മിനൽ ആയാത്തിൽ, ആയാത്തുകളിൽ നിന്ന് ഇതല്ലാത്തവയും ഫഖ്റ നീ ഓദിക്കോ. തെളിവ് ഇത് മതി, 2 ഒന്നെ മതി. അപ്പൊ 2 കൊടുത്തു, പിന്നെ അല്ലാത്ത ഉണ്ടെന്ന് സൂചിക്കാൻ. ഫൈദാ തഹഖഖ്ത അന്നഹും മുഖിറൂന ബിഹാദ, ഹഖഖ എന്നാൽ ഹഖ് എന്ന സത്യം, ഹഖഖ എന്നാൽ യാഥാർത്ഥ്യമാക്കി. ഫൈദാ തഹഖഖ്ത നീ യാഥാർത്ഥ്യമാക്കിയാൽ എന്നാ ശരിയായി മനസ്സിലാക്കിയാൽ എന്ത്, അന്നഹും മുഖിറൂന ബിഹാദ. അന്നഹും എന്താണ് നീ ശരിയായി മനസ്സിലാക്കിയത്? അന്നഹും. ഇപ്പൊ ഈ പറഞ്ഞ 2 ആയത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ആയത്തുകളിൽ എന്ത് മനസ്സിലായി? തഹഖഖ്ത എന്നൊക്കെ ഹക്കായി യഥാർത്ഥമായി ബോധ്യപ്പെട്ടു. അന്നഹും എന്നാര്? ഹും അവർ. ആര്? അന്നഹും എന്നാ അന്നഹൗല ഈ പറഞ്ഞ ആളുകൾ, ഈ മുശ്രിക്കുകൾ. മുഖിറൂന അഖറ എന്നാ അംഗീകരിച്ചു. അഖറ യുഖിറു അംഗീകരിക്കുക. മുഖിറുൻ അംഗീകരിച്ചവൻ, അതിന്റെ ബഹുവചനം മുഖിറൂന അംഗീകരിച്ചവരാണ്. അന്നഹും മുഖിറൂന അവർ അംഗീകരിച്ചവരാണെന്ന്. ബിഹാദ ഈ കാര്യം, ബിഹാദ ഇക്കാര്യം. ഏത് കാര്യം? തൗഹീദുർ റുബൂബിയ്യ. ബിഹാദനാടെ തൗഹീദുർ റുബൂബിയ്യ. ഫൈദാ തഹഖഖ്ത നിനക്ക് ബോധ്യപ്പെട്ടാൽ, അന്നഹും അവർ മുഖിറൂന അംഗീകരിച്ചവരാണെന്ന്. ബിഹാദ ഹാദ ഇത്, ബിഹാദ ഈ കാര്യത്തെ, ഈ കാര്യം അഖറ ബി എന്നാ പ്രയോഗിക്കുക. മുഖിറൂന ബിഹാദ ഇക്കാര്യം അംഗീകരിച്ചവരാണെന്ന്. ഏത് കാര്യം? തൗഹീദുർ റുബൂബിയ്യത്ത്. മക്കയിലെ മുശ്രിക്കുകൾ തൗഹീദുർ റുബൂബിയ്യത്ത് അംഗീകരിച്ചവരാണ് എന്ന കാര്യം നിനക്ക് ബോധ്യപ്പെട്ടാൽ, വ അന്നഹു അത്, വ അന്നഹു ഏത്? തൗഹീദുർ റുബൂബിയ്യത്ത് അവർ അംഗീകരിച്ചു എന്ന കാര്യം. വ അന്നഹു നിശ്ചയം അത്. ഏത്? റുബൂബിയ്യത്ത് അംഗീകരിച്ചു എന്ന കാര്യം. അതാണ് ഹു എന്ന് അത്, ആ കാര്യം. ഏത് കാര്യം? ഈ പറഞ്ഞ കാര്യം. റുബൂബിയ്യത്ത് അംഗീകരിച്ചു എന്ന കാര്യം. ലം യുദ്ഖിൽഹും അദ്ഖലന പ്രവേശിപ്പിച്ചു. ലം യുദ്ഖിൽ പ്രവേശിപ്പിച്ചില്ല. ഹും അവരെ. ഈ യുദ്ഖിൽ പ്രവേശിപ്പിക്കാൻ ആരാ പ്രവേശിപ്പിക്കുന്നത്? അല്ലാഹണോ? അല്ല, പറഞ്ഞില്ല. വ അന്നഹു ലം യുദ്ഖിൽഹും അത് അവരെ പ്രവേശിപ്പിച്ചിട്ടില്ല. ഏത്? റുബൂബിയ്യത്ത് അല്ല അവിടെ ഉദ്ദേശം. എന്താ? റുബൂബിയ്യത്ത് അംഗീകരിച്ചു എന്നത്. അവിടെ അംഗീകാരം മനസ്സിലല്ലേ? അന്നഹും മുഖിറൂന ബിഹാദ മക്കയിലെ മുശ്രിക്കുകൾ ഈ കാര്യം അംഗീകരിച്ചവരാണ് എന്ന് നീ മനസ്സിലാക്കിയാൽ, വ അന്നഹു നിശ്ചയം അത്. ഏത്? അവർ അംഗീകരിച്ചു എന്ന വിഷയം. ലം യുദ്ഖിൽഹും റുബൂബിയ്യത്ത് അംഗീകരിച്ചു എന്നത് ലം യുദ്ഖിൽഹും അവരെ പ്രവേശിപ്പിച്ചില്ല. ഫിത് തൗഹീദി തൗഹീദിൽ. ഏത് തൗഹീദിൽ? അല്ലദീ എങ്ങനെയുള്ള തൗഹീദ്? ദആഹും അവരെ ക്ഷണിച്ചു. ഇലൈഹി അതിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഏതൊന്നിലേക്ക് ക്ഷണിച്ചുവോ ആ തൗഹീദിൽ ഇവരുടെ ഈ റുബൂബിയ്യത്തിലുള്ള വിശ്വാസം പ്രവേശിപ്പിച്ചില്ല. മനസ്സിലെ? ഒരു റുബൂബിയ്യത്ത് അംഗീകരിച്ചു, എന്തംഗീകരിച്ചില്ല? ഉലൂഹിയത്ത് അംഗീകരിച്ചില്ല. ഇനി വേറെ ആൾക്ക് പറഞ്ഞാൽ റുബൂബിയ്യത്ത് അംഗീകരിച്ചത് കൊണ്ട് ഒരുത്തൻ എന്താവൂല? ഉലൂഹിയത്ത് അംഗീകരിച്ചവനാവുകയില്ല. ബലിപ്പോ റുബൂബിയ്യത്ത് അംഗീകരിച്ചു. ആ അംഗീകരിച്ചു എന്ന കാര്യം അവരെ എന്തിലേക്ക് എത്തിച്ചിട്ടില്ല? ഉലൂഹിയത്തേക്ക് എത്തിച്ചിട്ടില്ല. അതുപോലെ സ്വീകരിച്ചിട്ടുമില്ല. ഇത് സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ എന്താവില്ല, മറ്റത് സ്വീകരിച്ചവനാവുകയുമില്ല.
അതാണ് ഇവിടെ അല്ലദീ ദആഹും ഇലൈഹി റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ക്ഷണിച്ച തൗഹീദ് എന്ന് പറഞ്ഞത്. എന്താ അങ്ങനെ അറിയാൻ കാരണം? പ്രവാചകന്മാർ വന്നത് എന്തിനല്ല? റുബൂബിയത്ത് പഠിപ്പിക്കാനല്ല. റുബൂബിയത്ത് ഇപ്പൊ ഈ ജാതി അബൂജഹൽ അടക്കം പച്ച മുശ്രിക്കുകളും അംഗീകരിച്ചു. പിന്നെ ഈ പ്രവാചകന്മാരൊക്കെ വന്നത് എന്തിനാ? ഉലൂഹിയത്ത് പഠിപ്പിക്കാനാണ്. അതാണ് ഫിത് തൗഹീദില്ലദീ ദആഹും ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ക്ഷണിച്ച തൗഹീദ് എന്ന് പറയുന്നത്. മറ്റൊന്നും തൗഹീദ് തന്നെ, തൗഹീദുൽ ഉലൂഹിയത്താണ്. ഇത് തൗഹീദുർ റുബൂബിയത്താണ്. റുബൂബിയത്ത് പഠിപ്പിക്കാനല്ല, അല്ലെങ്കിൽ അതിലേക്ക് ക്ഷണിക്കാനല്ല എന്ത് ചെയ്തത് നബി വന്നത്. നബി വന്നത് എന്തിനാ? അത് അംഗീകരിക്കുന്ന ആളുകൾ രണ്ടാമത് അംഗീകരിക്കേണ്ടുന്ന ഉലൂഹിയത്ത് പഠിപ്പിക്കാനാണ്. അപ്പൊ ആ പ്രവാചകൻ ക്ഷണിച്ച തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാ? ഉലൂഹിയത്താണ്. വഅറഫ്ത നീ മനസ്സിലാക്കുകയും ചെയ്താൽ. ഇത് എന്തിനോടാ ബന്ധിപ്പിക്കേണ്ടത്? മോളനോട്. ഫൈദാ തഹഖഖ്ത നീ ശരിയായി മനസ്സിലാക്കുകയും, വഅറഫ്ത മനസ്സിലാക്കുകയും ചെയ്താൽ. അപ്പൊ ഒന്ന് നിനക്ക് ഹക്കായി സത്യമായി ബോധ്യപ്പെട്ടു എന്ത്? മക്കയിലെ മുശ്രിക്കുകൾ റുബൂബിയത്ത് അംഗീകരിച്ചിരുന്നു. റുബൂബിയത്ത് അംഗീകരിച്ചുകൊണ്ട് അവർ എന്തിലേക്ക് എത്തിയിട്ടില്ല? ഉലൂഹിയത്ത് അംഗീകരിച്ച ഉലൂഹിയത്തിൽ തൗഹീദുൽ ഉലൂഹിയത്തിലേക്ക് എത്തിയിട്ടില്ല. വഅറഫ്ത നീ മനസ്സിലാക്കുകയും ചെയ്താൽ. ഏത്? അടുത്ത കാര്യം വന്ന് തയ്ക്കാം. ഇതിങ്ങനെ പറഞ്ഞു പോയിട്ട് പിന്നെ എന്റെ എന്താ പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഫലം ഇതൊക്കെ മനസ്സിലാക്കിയാൽ എനിക്ക് എന്ത് തിരിയും? അതിനെ അവസാനം പറയുന്നു.